നമസ്കാരം, ഞാൻ AnuSreenath. എല്ലാവർക്കും ടേസ്റ്റി ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന ഒരു സാമ്പാറാട്ടോ. സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പൊടികൾ മാത്രം മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? ഈ ബാച്ചിലർ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൂരപ്പരിപ്പാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായം ചേർത്ത് കൊടുക്കാം. കായം ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ ചേർക്കും. 1 സ്പൂൺ കായം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് കായപ്പൊടിയാണ്. അതല്ല ഇനി കായത്തിൻ്റെ കഷ്ണങ്ങളായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പരിപ്പ് വേവുന്നതിൻ്റെ കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. വലിയ കഷ്ണങ്ങളാക്കി ഇടുവാണെങ്കിൽ നന്നായിട്ട് വേവില്ല. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പ് വേവിക്കാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വെച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ബാച്ചിലർ സാമ്പാറായിട്ടാണ് വെക്കുന്നതെന്ന്. അല്ലതല്ല നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കായൊക്കെ വറുത്ത് പൊടിച്ചൊക്കെ ചേർക്കാം. ഇതിപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഇത് പെട്ടെന്ന് വെക്കാം. പിന്നെ ഇതിന് നല്ല ഫ്ലേവറും കിട്ടും. പരിപ്പ് വേവിക്കുമ്പോൾ ആ കൂടെ തന്നെ കായ ഇട്ട് കൊടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് വേണ്ട വെജിറ്റബിളൊക്കെ എടുക്കാം. വെജിറ്റബിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ആയ വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിൽ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. സവോള വലുത് ചേർക്കുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളി വേണമെന്നുള്ളവർക്ക് അതെടുക്കാവേ. എന്നിട്ട് സവോള ഇതുവരെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഒരു ചെറിയ പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക കേട്ടോ. വെണ്ടയ്ക്ക 3 വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് ബാച്ചിലർ സാമ്പാറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശദമായിട്ടൊന്നും വെക്കാനില്ല. അതല്ല നമ്മൾ സദ്യക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വേണം നമുക്ക് സാധാരണ വെണ്ടയ്ക്ക എണ്ണയിൽ വഴറ്റിയിട്ടൊക്കെ ഇടാം. അപ്പോൾ അതിങ്ങനെ കുഴയാതിരിക്കും. ഇതിപ്പോൾ നമ്മൾ അതല്ലാതെ തന്നെ വേവിക്കുന്നതുകൊണ്ട് ഒരുപാട് വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞ് സാമ്പാർ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 3 വെണ്ടയ്ക്ക മാത്രം എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന മല്ലിയിലയാണ്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്ന പപ്പായ കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതും ആർക്കും ഒരു മൈൻഡും ഇല്ലാത്തൊരു സാധനമായിരുന്നു പപ്പായ. പക്ഷെ ഞങ്ങളിപ്പോൾ ഇത് എപ്പോൾ പർച്ചേസിന് പോയാലും വാങ്ങുകയും ചെയ്യും. പറ്റുവാണെങ്കിൽ ഡെയിലി ഓരോ കറിയുടെയൊക്കെ കൂടെ എന്തെങ്കിലും ഒരു ഐറ്റമായിട്ട് ചേർക്കാറുമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കോട്ടക്കലുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും എക്സസൈസ് ഇല്ല, അതേപോലെ ഫുഡ് ഹാബിറ്റ്സ്, അതൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ മെയിൻ ഒരു കാരണം നമ്മുടെ ഡൈജഷനാണ്. അപ്പോൾ അതിന് പറ്റിയൊരു റെമഡിയാണ് ഈ പപ്പായ കഴിക്കുന്നത്. അപ്പോൾ പപ്പായ ഡെയിലി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മുരിങ്ങാക്കോലാണ്. 3 എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതേപോലൊക്കെ കട്ട് ചെയ്തിടുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതിപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ മൊത്തം വെന്ത് പോകും. പിന്നെ ഞാനിവിടെ ഒരു കായ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകുണ്ട്. ഈ തക്കാളി ഞാൻ എടുത്തിരിക്കുന്ന പുളിക്ക് വേണ്ടി കേട്ടോ. മറ്റേ പുളി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. തക്കാളിയുടെ പുളി മാത്രമേ ഈ സാമ്പാറിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുക്കർ ഇവിടെ 3 വിസിൽ കേട്ടപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇത് കണ്ടോ, പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. കായത്തിന് നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ എപ്പോഴും കായത്തിൻ്റെ ആ ഫ്ലേവർ വരണം. അതാണ് നമ്മുടെ സാമ്പാറിൻ്റെ പ്രത്യേകത തന്നെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുമ്പം വെള്ളം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ വെണ്ടയ്ക്കയും മല്ലിയിലയും മാത്രം ഇപ്പോൾ ചേർക്കുന്നില്ല. വെണ്ടയ്ക്ക ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. വെണ്ടയ്ക്ക നമുക്ക് അവസാനം ചേർക്കാം. ബാക്കി എല്ലാ പച്ചക്കറികളും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മുങ്ങി കിടക്കണം. അതുകൊണ്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. ഇതും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും പച്ചക്കറികളൊക്കെ വെന്തോളും. എന്നിട്ട് പിന്നെ പ്രഷർ പോയിക്കേണ്ട നമുക്ക് എടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട പൊടികൾ എടുത്ത് കുഴച്ച് വെക്കാം. ഇതിപ്പോൾ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പൊടികൾ ഡയറക്റ്റ് അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ അതിലൊക്കെ ആകെ കട്ട പിടിക്കും. പിന്നെ അത് ഉടച്ചു കൊടുക്കാൻ നിൽക്കണം. അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പമാണ്. ഒരു ബൗളിലോട്ട് ഇതൊന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. പിന്നെ ആദ്യം ഞാൻ 3 പച്ചമുളക് ചേർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി,
ചിലർ ഒരുപാട് മല്ലിപ്പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കയ്പാവും കേട്ടോ. നമുക്കത് ഇത്തിരി വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, കായം ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നു കഴിയുമ്പം കായത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അന്നേരം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുക്കറിന്റെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പൊ പ്രഷറൊക്കെ പോയി. നമുക്കിതിനെ തുറന്നു നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊന്ന് തിളപ്പിക്കുമ്പോൾ വെള്ളം കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇനി വെണ്ടയ്ക്കയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഈ ചൂട് തന്നെ മതി, വെണ്ടയ്ക്ക് അതിൽ നിന്ന് വെന്തോളും. പിന്നെ നമുക്ക് ഈ പൊടികൾ കലക്കി വെച്ചിരിക്കുന്നതിൽ ചേർത്ത് കൊടുക്കാം. കായത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി വേണം. എനിക്കിപ്പോൾ ഇവിടെ കായം പാകമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോ നമുക്ക് തിളയ്ക്കാൻ വെക്കാം. ഒരു 4-5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ ഈസി ആയില്ലേ? അല്ലെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കും, തക്കാളി വഴറ്റിയെടുക്കും, പിന്നെ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കും, പിന്നെ തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ വെക്കാം. ഇത് തിരക്കുള്ളവർക്കൊക്കെ പറ്റിയൊരു മെത്തേഡാണ്. ഇനിയിപ്പോൾ സാമ്പാർ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള എടുക്കാം. ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ കേട്ടോ. നല്ലെണ്ണ നിങ്ങൾ സാമ്പാറിന് ചേർത്തിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലെണ്ണയിൽ കടുക് പൊട്ടി ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വത്തൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. സാമ്പാർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബാച്ചിലർ സാമ്പാർ. ഇനി സാമ്പാർ വയ്ക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ലൈക്ക് തരാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.